ഹൗസ് വാമിംഗ് ഒക്കെ സെറ്റായി നിൽക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ജീവൻ എടുക്കാൻ നോക്കിയിട്ടുണ്ട്. എൻ്റെ ലൈഫ് തന്നെ നശിപ്പിക്കുന്ന രീതിയിൽ ഇവർ പലതും പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ എൻ്റെ കുഞ്ഞുങ്ങൾ ഇതിൻ്റെ പേരിൽ മോന് കുറച്ച് അനുഭവിച്ചിട്ടുണ്ടാവും. ഉസ്താദ് കുറച്ച് ഉപദ്രവിച്ചിട്ടുണ്ട്. അപ്പം എന്നതിന് ശേഷം അവരെ മദ്രസ വിദ്യാഭ്യാസമൊക്കെ ഞാൻ നിർത്തി. എന്താ ഉപദ്രവിച്ചേ? ഫിസിക്കലി? എൻ്റെ മോൻ 1ാം ക്ലാസ് പഠിക്കുക. ഉറക്കം നിന്ന് വിളിച്ചു പറഞ്ഞു എൻ്റെ ഉമ്മ കൃഷ്ണനെ വരയ്ക്കുകയെന്ന് പറഞ്ഞു. അത് എല്ലാവർക്കും ഭയങ്കര വിഷയമായി. അങ്ങനെ ഓരോരോ ദിവസം ഓരോരോ കാരണം കൊണ്ട് ഈ കുട്ടീനെ ഉപദ്രവിക്കൽ തുടങ്ങി. എൻ്റെ ഹസ്ബൻഡ് നാട്ടിൽ വന്ന സമയത്ത് ഹസ്ബൻഡ് പോയി ചോദിച്ചു, എനിക്കില്ലാത്ത വിഷയം നിങ്ങൾക്ക് എന്തിനാന്ന് ചോദിച്ചു. ഞാൻ അവരോട് പറയാറുണ്ട്, മോനെ നീ എവിടെങ്കിലും ബുദ്ധിമുട്ടായി ലാസ്റ്റ് ഘട്ടത്തിൽ മാത്രമേ ഉമ്മാൻ്റെ പേര് പറയാവുള്ളൂ എന്ന് പറയും. അത്രമേൽ എനിക്ക് പേടിയാണ്. ഇപ്പൊ ജസ്ന സലീം എന്ന് പറയുന്ന കുട്ടികളുടെ ഫോട്ടോ പുറത്ത് കാണവേ ഇല്ല. പാരൻസ് മീറ്റിങ്ങിന് പോലും ഞാൻ പോകില്ല. ഞാൻ ഈ മാതാപിതാക്കൾക്ക് വീട് വെച്ചു കൊടുത്ത് ഇതിൽ എത്ര ആൾ കുറ്റം പറയുന്ന പോലെ ഉണ്ടെന്നറിയോ. എൻ്റെ ഹൗസ് വാമിങ്ങിന് ഒരു പ്രഖ്യാപനം നടത്തി. തട്ടം ഞാൻ ഉപേക്ഷിച്ചു. ഞാൻ ഇനി മതത്തിന്റെ പേരിലല്ല, എനിക്ക് മനുഷ്യനായിട്ട് ജീവിക്കാനാണ് ഇഷ്ടം. പൊതുവെ ഷാൾ ഉപയോഗിക്കുന്ന ഒരാളായിരുന്നു. അതെന്തോ ഒരു കംഫർട്ടായിരുന്നു എനിക്ക്. മാറ്റിയതാണ് എന്നെ. ഈ സൊസൈറ്റി ആണോ മാറ്റി? തീർച്ചയായിട്ടും. സൈബർ ബുള്ളിങ് ഒത്തിരി വന്നിട്ടുണ്ട്. ഞാൻ ഈ വീടിന്റെ ഒരു പ്ലാൻ പറഞ്ഞന്ന് തൊട്ടിട്ട് സോഷ്യൽ മീഡിയ എന്നത് മോശക്കാരിയാക്കിയെടുത്ത ഹണി ട്രാപ്പുകാരി, ചില്ലറക്കാരി ഒന്നല്ല. ഞാൻ ഈ ഒരു വീട് പണിക്ക് വേണ്ടിയിട്ട് എൻ്റെ മുമ്പ് എപ്പോഴും പറയും, ഉറക്കൊഴിഞ്ഞിട്ട് ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി കഷ്ടപ്പെടരുത്. കാരണം ഞാൻ ഉറക്കൊഴിഞ്ഞിരുന്ന് വരച്ചാളും. അപ്പോൾ ഈ ഒരു ഫോട്ടോ 4 ദിവസം കൊണ്ട് തീർക്കുന്നത് ഞാൻ 4-5 ഫോട്ടോ ഒരുമിച്ച് ചെയ്തു. കുറ്റിയടിച്ചൊരു 4-5 മാസം ഗ്യാപ്പ് ഒന്നും അനങ്ങിയതേ ഇല്ല. അപ്പം ഞാനും വിചാരിച്ചു, ഇവരൊക്കെ പറയും പോലെ കണ്ണനും പടച്ചോന്നൊന്നും ഇഷ്ടമല്ല കാരണം വീട് വെക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു എനിക്കിത് പൂർത്തീകരിക്കാൻ പറ്റില്ല എന്ന്. ഒരു ഫോട്ടോൻ്റെ പുറത്ത് ബെനിഫിറ്റ് എന്ന് പറയുന്നത് 2500 രൂപയാണ്. 400 ഫോട്ടോ ഉണ്ടെങ്കിൽ എനിക്കൊരു വീട് വെച്ച് കൊടുക്കാമെന്നായിരുന്നു. പക്ഷേ അത് 750 ഫോട്ടോൻ്റെ ഓർഡർ വരെ. എന്നെ വീട്ടിൽ കുട്ടിക്കാലം തൊട്ടേ എൻ്റെ മാതാപിതാക്കൾ കണ്ണാനാണ് വിളിക്കാറ്. പക്ഷെ എനിക്ക് ഏറ്റവും സങ്കടം വരുത്തിയ ഒരു പേര് ഈ കണ്ണൻ എന്ന് പറയുന്നതായിരുന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ വിവാഹശേഷമാണ് ഈ കണ്ണനെ കാണുന്നത്. തന്നെ നോക്കുമ്പോൾ ഒരു കുഞ്ഞു കുട്ടി. ഈ കുട്ടിയെ വെച്ചിട്ടല്ലേ ഇത്രയും കാലം എന്നെ കളിയാക്കി. ഇതിനായിരുന്നോ ഞാൻ സങ്കടപ്പെട്ട് കരഞ്ഞ് ദേഷ്യപ്പെട്ട് എന്നോർത്ത്. ആ ഒരു ദൈവത്തിലോട് വിശ്വാസമുണ്ടോ? ഞാൻ 3 മതത്തിലും വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ മാതാപിതാക്കൾക്ക് ഞാനും കണ്ണനും കൂടി കൊടുത്തൊരു ഗിഫ്റ്റാണ്. കണ്ണന് തന്ന വീടായതുകൊണ്ട് ഞങ്ങൾ ഹോമം കഴിച്ചിട്ടൊന്നുമല്ല ഞങ്ങൾ വീട്ടിൽ കയറിയത്. എൻ്റെ മനസാക്ഷിക്കും എൻ്റെ മാതാപിതാക്കൾക്കും എൻ്റെ ഭർത്താവിനും അറിയാം ഞാൻ എന്താണെന്നുള്ളത്. സമൂഹത്തിന് ഞാൻ അറിയിച്ചിട്ട് എന്ത് കിട്ടാനാ? സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി. കൃഷ്ണന്റെ പടമൊക്കെ വരച്ച് ഭയങ്കര ഫേമസ് ആയ നമ്മളെ ജസ്ന ചേച്ചിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഹലോ, നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു. പുതിയ വീടൊക്കെ വെച്ചു, അതിന്റെ ഒരു വിശേഷങ്ങളാണ്. എത്ര നാളായി ഇപ്പൊ വീടൊക്കെ വെച്ചിട്ട്? വീട് വെച്ചിട്ട് നമ്മൾ ഇങ്ങോട്ട് താമസം മാറിയിട്ട് ഒരാഴ്ച ആയിട്ടേ ഉള്ളൂ. ഒരു 8 മാസങ്ങൾ കൊണ്ട് നമ്മൾ വീട് പൂർത്തീകരിച്ചു. ഒരു ഡ്രീം ആയിരുന്നു അത്? എൻ്റെ വലിയൊരു ഡ്രീം ആയിരുന്നു. കാരണം ഞങ്ങള് മാതാപിതാക്കൾക്ക് 3 പെൺകുട്ടികളാണ്. അപ്പോൾ പെൺകുട്ടികളുള്ള ഒരു മാതാവിനും പിതാവിനും വീടെന്ന് പറയുന്നതൊക്കെ ഒരു സ്വപ്നം മാത്രമാണ്. അവർക്കത് സാധിപ്പിച്ചെടുക്കാൻ പറ്റൂല. പ്രത്യേകിച്ച് എൻ്റെ ഫാദർ എന്ന് പറയുന്ന ഒരു ഡ്രൈവറും കൂടിയാണ്. സാധാരണ ഒരു ജോലിക്കാരാവുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അറിയാലോ. അപ്പോൾ വാപ്പയും ഉമ്മയും ആ ഒരു സ്വപ്നത്തെ വിട്ടതായിരുന്നു. ആ സ്വപ്നത്തെ കുത്തിപ്പൊക്കി ഞാൻ കൃഷ്ണനെ വരച്ച് അതിലൂടെ ഒരു വീട് വെച്ചു കൊടുത്തു. കൃഷ്ണനെ വരച്ചാണ് ഒരു വീട് വെച്ചത്? തീർച്ചയായിട്ടും. അപ്പം എത്ര പിക്ചർ വരച്ചിട്ട് ആ ഒരു ബിസിനസ് എന്നാണ് ഒരു വീട് വെച്ചത്? ഞാൻ ആദ്യമായിട്ടോ കേൾക്കുന്നത്. ഒരു പടം വരച്ച് അതിലൂടെ ഒരു വീടൊക്കെ വെക്കുക എന്നൊക്കെ പറഞ്ഞപ്പോ അത്രയും ബിസിനസ് ഉണ്ടായി ആ ഒരു സംഭവത്തില്? എനിക്ക് ഏകദേശം 750 ഫോട്ടോന്റെ ഓർഡർ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാനെന്ന് വെച്ചാൽ ഒരു ഫോട്ടോ പൂർത്തീകരിക്കുന്നത് 4 ദിവസങ്ങൾ കൊണ്ടാണ്. അപ്പോൾ എനിക്ക് ഒരു ഫോട്ടോന്റെ പുറത്ത് ബെനിഫിറ്റ് എന്ന് പറയുന്നത് 2500 രൂപയാണ്. അപ്പം ഞാൻ ആദ്യം വിചാരിച്ച 400 ഫോട്ടോ ഉണ്ടെങ്കിൽ എനിക്കൊരു വീട് വെച്ച് കൊടുക്കാമെന്നായിരുന്നു. പക്ഷേ അത് 750 ഫോട്ടോന്റെ ഓർഡർ വരെ എത്തിപ്പോയി. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഞാൻ വരച്ചു കൊടുത്തിട്ടില്ല. മിക്ക ആൾക്കാരും അഡ്വാൻസ് തന്നവരുണ്ട്, ഫുൾ പേയ്മെന്റ് തന്നവരുണ്ട്. അപ്പം എന്താ പറയുക, കണ്ണനെ സ്നേഹിക്കുന്ന ആൾക്കാരുടെ ഒരു ഗിഫ്റ്റാണ് എന്ന് തന്നെ പറയാം. അപ്പോൾ ഒരു പിക്ചറിന് എത്ര പേയ്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ സ്റ്റാർട്ടിങ് വരുന്ന എൻ്റെ ഒരു ഫോട്ടോ എന്ന് പറയുന്നത് 15 ഇഞ്ച് വീതിയും 22 ഇഞ്ച് നീളവുമാണ് വരുന്നത്. അക്രലിക് ഷീറ്റിൻ്റെ മുകളിൽ ഫാബ്രിക് പെയിന്റ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ എന്താണ് മെറ്റീരിയൽ എന്ന് സഹിതം വെളിപ്പെടുത്തിയിട്ടാണ് ഞാനൊരു ഫോട്ടോ വരയ്ക്കുന്നത്. അപ്പം എനിക്കിതിന് ഒരു ഫോട്ടോക്ക് 2500 രൂപ എക്സ്പെൻസ് വരുന്നുണ്ട്. അപ്പം ഞാൻ 4 ദിവസങ്ങൾ കൊണ്ടാണ് ഒരു ഫോട്ടോ പൂർത്തീകരിക്കുന്നത്.
അപ്പോൾ എനിക്ക് 4 ദിവസം കൊണ്ട് പൂർത്തീകരിച്ച 2500 രൂപ എനിക്ക് കിട്ടും. അപ്പം എൻ്റെ സ്റ്റാർട്ടിങ് വരുന്ന ഫോട്ടോയുടെ പ്രൈസ് എന്ന് പറയുന്നത് 5000 രൂപയാണ്. ഞാൻ ഈ ഒരു വീട് പണിക്ക് വേണ്ടിയിട്ട് എൻ്റെ ഉമ്മ എപ്പോഴും പറയും, ഉറക്കൊഴിഞ്ഞിട്ട് ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി കഷ്ടപ്പെടരുത്. കാരണം ഞാൻ ഉറക്കൊഴിഞ്ഞിരുന്ന് വരച്ചാളും. അപ്പോൾ ഈ ഒരു ഫോട്ടോ 4 ദിവസം കൊണ്ട് തീർക്കുന്നത് ഞാൻ 4-5 ഫോട്ടോ ഒരുമിച്ച് ചെയ്തു ഈ ഒരു ഇതിന് വേണ്ടിയിട്ട്. അപ്പം ഉമ്മ എന്നോട് പറഞ്ഞു, രാത്രിയൊന്നും ഉറക്കൊയ്യരുത്, എന്തെങ്കിലും എനിക്ക് മൈഗ്രൈൻ്റെ ഇഷ്യൂ ഉള്ള ഒരാളാണ്. ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവും, ഉറക്കം കറക്റ്റാ വേണം. അപ്പോൾ ഞാൻ ഉമ്മാനോട് തിരിച്ചു ചോദിച്ചൊരൊറ്റ ചോദ്യമുണ്ട്, ഒരു കാലത്ത് എനിക്ക് വേണ്ടി നിങ്ങൾ ഉറക്കൊഴിഞ്ഞിട്ടില്ലായിരുന്നു. ഏതൊരമ്മമാരും ഒരു ദിവസമെങ്കിലും ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് ഉറക്കൊഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് ഒരു 8 മാസം ഞാൻ ഉറക്കൊഴിഞ്ഞില്ല, എന്താ അപ്പം തെറ്റ്? അപ്പൊ ഒരു 8 മാസം കൊണ്ടാണ് ഇത്രയും ഒരു ഞാൻ നിങ്ങൾക്കൊരു കാര്യം കേൾക്കണം. ഞാൻ ഈ വീടിൻ്റെ ഒരു പ്ലാൻ പറഞ്ഞ് അന്ന് തൊട്ടിട്ട് സോഷ്യൽ മീഡിയ എന്നത് മോശക്കാരിയാക്കിയെടുത്ത ഹണി ട്രാപ്പുകാരി, ചില്ലറക്കാരിയൊന്നുമല്ല. ഹണി ട്രാപ്പ്. അപ്പം ഞാൻ ഈ വീടിന് കുറ്റിയടിച്ചൊരു 4-5 മാസം ഗ്യാപ്പ് ഒന്നും അനങ്ങിയതേ ഇല്ല. അപ്പം ഞാനും വിചാരിച്ചു, ഇവരൊക്കെ പറയും പോലെ കണ്ണനും പടച്ചോനൊന്നും ഇഷ്ടമല്ല കാരണം വീട് വെക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു എനിക്കിത് പൂർത്തീകരിക്കാൻ പറ്റില്ല എന്ന്. പിന്നെ മഴയായി, ഇവിടെ കുറച്ച് മണ്ണെടുക്കേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പം പണിയൊന്നും നടക്കുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ദൈവത്തിന് പോലും ഇഷ്ടമായിട്ടുണ്ടാവില്ല എന്നുള്ള പണി ഇങ്ങോട്ട് തുടങ്ങി. ഒരു 6 മാസം അല്ല 8 മാസം ആയപ്പോഴേക്ക് പണി പൂർത്തീകരിച്ച്. ഞാൻ എങ്ങനെയെന്ന് എനിക്കും വാപ്പക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതിന് പൈസയും നമുക്ക് വേണമല്ലോ. ഇത് ഓരോ ഘട്ടം കഴിയുമ്പോഴേക്കും എനിക്ക് അടുത്ത ഓർഡറുകൾ ഒരുമിച്ചായിട്ട് വരുമ്പോൾ ഞാനിങ്ങനെ ഷോക്കായി നിന്ന്, ഞാനാണ് ഈ ദൈവത്തിനെ കുറ്റം പറഞ്ഞു പോയത് എന്നുള്ള ഷോക്കായിട്ട് നിന്ന് പോയിട്ടുണ്ട്. ഉമ്മയും ഉപ്പയും സപ്പോർട്ടാണ് ഈ ഒരു സംഭവം പറഞ്ഞതിന് ശേഷം? ഞാൻ തട്ട ഇടുന്നില്ല ഉമ്മ, അല്ലെങ്കിൽ തട്ട ഇടുന്നില്ല ഉപ്പ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ ഈ ഒരു കാര്യത്തിനോട് സപ്പോർട്ടായിരുന്നു? അല്ല, അവർക്ക് അങ്ങനെ എതിർപ്പും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ എതിർപ്പ് വരണമെങ്കിൽ നമ്മൾ ഈ വീട് വെക്കാൻ പാടില്ലായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മാതാപിതാക്കൾ അവർക്ക് അറിയാം എൻ്റെ ഒരു തൊഴിലാണ്. നമ്മളിപ്പം ഞാൻ തട്ടം ഉപേക്ഷിച്ചു എന്ന് പറയുന്നത്, എത്ര മുസ്ലിംസ് ആൾക്കാർ പോലീസിലുണ്ട്, ഇവർ തട്ടമിട്ടിട്ടാണോ ഡ്യൂട്ടിക്ക് പോണത്? അതിനുള്ള ഉത്തരം എനിക്ക് ഇവർ തരട്ടെ. എത്ര ആർട്ടിസ്റ്റ് ഉണ്ട്, അവരൊക്കെ തട്ടമിട്ടിട്ടാണോ നടക്കുന്നത്? ഈ തട്ടം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ് നമ്മുടെ മതം എന്ന് പറയുന്നത്. നമ്മൾ ഈ മതത്തിൽ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ഒരുപാട് നന്മ ചെയ്യുന്നതിനെക്കാട്ടിലും അപ്പുറം ഒരു പട്ടിക്ക് വെള്ളം കൊടുത്ത ആള് സ്വർഗത്ത് പോയി എന്ന് പറഞ്ഞ് മതം തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അത്രമേൽ നമ്മൾ ഈ മിണ്ടാപ്രാണികളെ അല്ലെ മനുഷ്യരെ തന്നെ നമ്മൾ ഉപദ്രവിക്കുന്നുണ്ടോ ഇല്ലയോ നോക്കിയിട്ടാണ് നമ്മളെ ദൈവം തന്നെ ജഡ്ജ്മെന്റ് ചെയ്യുക. ഞാൻ അത്രമേൽ സ്ട്രഗിൾ ചെയ്യുന്ന ഇവർക്ക് വേണ്ടിയിട്ടാണ്, വേറെ ആർക്കും വേണ്ടിയിട്ടല്ല. അപ്പൊ ഈ കൃഷ്ണൻ എന്ന് പറയുന്ന ഈ സങ്കല്പം എപ്പോഴാണ് ഫസ്റ്റ് ഒരു ഇൻഫ്ലുവൻസ് ആയത്? ആദ്യം ഒരു പടം വരയ്ക്കുന്നു, ആ ഒരു സങ്കല്പം മനസ്സിൽ എപ്പോഴാണ് വരുന്നത്, ഇങ്ങനെ ഒരു പടം വരയ്ക്കണം? ഇല്ല, ഞാൻ കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ദൈവത്തെ തന്നെ കാണുന്നത് എൻ്റെ വിവാഹശേഷമാണ്. എന്നെ വീട്ടിൽ കുട്ടിക്കാലം തൊട്ടേ എൻ്റെ മാതാപിതാക്കൾ കണ്ണാന്നാ വിളിക്കാറ്. എനിക്ക് വീട്ടിലൊരു കുട്ടി പേരുള്ളത് കണ്ണൻ എന്നാണ്. എന്നെ പണ്ട് കളിയാക്കി വിളിക്കുന്നതായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് ഏറ്റവും സങ്കടം വരുത്തിയ ഒരു പേര് ഈ കണ്ണൻ എന്ന് പറയുന്നതായിരുന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ വിവാഹശേഷമാണ് ഈ കണ്ണനെ കാണുന്നത്. തന്നെ നോക്കുമ്പോൾ ഒരു കുഞ്ഞു കുട്ടി, ഈ കുട്ടിയെ വെച്ചിട്ടല്ലേ ഇത്രയും കാലം എന്നെ കളിയാക്കി, ഇതിനായിരുന്നോ ഞാൻ സങ്കടപ്പെട്ട് കരഞ്ഞ് ദേഷ്യപ്പെട്ട് എന്നോർത്ത് ആ ഒരു സഹതാപം, നല്ല സെന്റിമെന്റ്സ് ഒക്കെ പറയാം നമുക്ക്. പിന്നെ എല്ലായിടത്തും ഈ കണ്ണനെ കാണുമ്പോൾ നോട്ട് ചെയ്യൽ തുടങ്ങി. കൗതുകത്തിന്റെ പുറത്തൊരു ചിത്രം വരച്ചു തുടങ്ങിയതാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ എന്തൊരു കാര്യവും മുമ്പോട്ട് പോകും. ആ ഒരു ദൈവത്തിലോട് വിശ്വാസം ഉണ്ടോ? ഞാൻ 3 മതത്തിലും വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നെ സംബന്ധിച്ചെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തേക്ക് വന്നപ്പോൾ തന്നെ അറിയാം, ഒരു നാട്ടുമ്പുറത്തെ ഏരിയയാണ് ഞാൻ ജനിച്ച് വളർന്നത്. പിന്നെന്ന് പറയുന്നത് എനിക്ക് 9ാം ക്ലാസ്സേ വിദ്യാഭ്യാസമുള്ളൂ. അപ്പോൾ ആദ്യമൊക്കെ ഈ നെഗറ്റീവ് എന്ന് പറയുന്നത്, ഇപ്പോഴും എന്നോട് ഈ അടുത്ത കാലത്ത് എൻ്റെ വീട് പണി, എൻ്റെ ഫാദർ എന്നോട് മിണ്ടാതെ വരെ നിന്നിട്ടുണ്ട്. ഈ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, അല്ലെ ഹൗസ് വാമിംഗ് ഒക്കെ സെറ്റായി നിൽക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ജീവൻ എടുക്കാൻ നോക്കിയിട്ടുണ്ട്. കാരണം അത്രമേൽ ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഈ സമൂഹം എന്തോ അപരാധം ചെയ്യുന്നത് പോലെയാണ് കണക്കാക്കുന്നത്. പക്ഷേ ഈ കുറ്റം പറയുന്ന ആൾക്കാരൊന്നും ഇന്ന് വരെ, എന്നിപ്പം എൻ്റെ ഉമ്മക്ക് സുഖമില്ല, ഒരു ഹാർട്ട് പേഷ്യൻ്റാണ്, ഒരു നേരത്തെ ഗുളിക പോലും ആരും ഫ്രീ ആയിട്ട് കൊടുത്തിട്ടില്ലല്ലോ. ഇവരാരും വന്ന് നോക്കുന്നുമില്ല. പിന്നെ ഇവരെന്തിനാ കുറ്റം പറയുന്നത്? അവർക്ക് റീച്ചിന് വേണ്ടിയിട്ട് അവർ കുറ്റം പറയുമ്പം, അങ്ങനെയാണ് ഈ കുറ്റം പറയുന്ന ആൾക്കാർ ചെയ്യുന്നത് ശരിയുണ്ടോ? മറ്റൊരാളുടെ കുടുംബം നശിപ്പിച്ചിട്ടാണ് ഇവർ റീച്ച് ഉണ്ടാക്കുന്നത്. എൻ്റെ ലൈഫ് തന്നെ നശിപ്പിക്കുന്ന രീതിയിൽ ഇവർ
പലതും പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇതിനെ പറ്റി നാട്ടിൽ എന്തെങ്കിലും ഒരു കോൺട്രവേഴ്സി കണ്ടിട്ടുണ്ടോ സൊസൈറ്റിയിൽ? ഇപ്പം നിങ്ങളുടെ ആ ഒരു കമ്മ്യൂണിറ്റിന്ന് എന്തെങ്കിലും എതിർപ്പ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായോ? എന്തിനാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അന്ന് ആരെങ്കിലും സൊസൈറ്റിയോ നാട്ടുകാരോ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു? ഇവിടെ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരുന്ന സമയത്ത് കാണാം, ഒരു 1/4 കിലോമീറ്റർ വെച്ചിട്ട് പള്ളിയുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ ഇന്ന് വരെ എൻ്റെ വാപ്പനോടോ ആരെങ്കിലും വന്നിട്ട് ഒരു ചോദ്യം ചെയ്യുക, അല്ലെ ഞങ്ങൾ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒന്നും ചിലർക്ക് നന്നായിട്ട് അറിയാം, കാരണം ഇതെൻ്റെ ഒരു ജോലിയാണ് എന്നുള്ളത്. അതേപോലെ എനിക്ക് മഹല് കമ്മിറ്റി എന്നൊരു വിഷയം ഉണ്ടാവും. പക്ഷെ ഞങ്ങളുടെ മഹല് കമ്മിറ്റി അല്ല എന്ന് വെച്ചാൽ ഓരോരോ മഹലുണ്ടാവുമല്ലോ. വേറെ ഒരു മഹലിലായിരുന്നു എൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ വിട്ടത്. പക്ഷെ എൻ്റെ കുഞ്ഞുങ്ങൾ ഇതിൻ്റെ പേരിൽ മോന് കുറച്ച് അനുഭവിച്ചിട്ടുണ്ട്, ഉസ്താദ് കുറച്ച് ഉപദ്രവിച്ചിട്ടുണ്ട്. അപ്പം എന്നതിന് ശേഷം അവരെ മദ്രസ വിദ്യാഭ്യാസമൊക്കെ ഞാൻ നിർത്തി. എന്താ ഉപദ്രവിച്ചേ? പുതിയൊരു അല്ലല്ല, ഫിസിക്കലി പുതിയൊരു ഉസ്താദ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവരോടും ക്യാഷ്വലായിട്ട് ചോദിക്കല്ലോ മാതാപിതാക്കൾ എന്ത് ചെയ്യാന്ന്. എൻ്റെ മോൻ 1-ാം ക്ലാസ് പഠിക്കുക, മോൻ ഉറക്ക നിന്ന് വിളിച്ചു പറഞ്ഞു എൻ്റെ ഉമ്മ കൃഷ്ണനെ വരയ്ക്കുകയെന്ന് പറഞ്ഞു. അത് മുല്യാർക്ക് ഭയങ്കര വിഷയമായി. അപ്പം മുല്യാർ എന്തിനും കുഞ്ഞിലൊരു കുറ്റം കണ്ടെത്തി. ഒരു ദിവസം പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് തല്ലുകയാണെങ്കിൽ പിറ്റേ ദിവസം വൈകി എന്ന് പറഞ്ഞ് തല്ലു. അങ്ങനെ ഓരോരോ ദിവസം ഓരോരോ കാരണം കൊണ്ട് ഈ കുട്ടീനെ ഉപദ്രവിക്കൽ തുടങ്ങി. പിന്നെ കുട്ടിക്ക് മദ്രസ എന്ന് പറയുന്നത് പേടിയായി. ഇങ്ങനെ ഒന്നരാടിന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് എന്നെ ഉപദേശിക്കും, ഇങ്ങനെ നടക്കാൻ പാടില്ല, മതം അത് ഇത് എന്നൊക്കെ പറഞ്ഞ്. പിന്നെ എൻ്റെ ബ്രദർ ഉണ്ടായിരുന്നു, അവൻ പോയി. എൻ്റെ ഹസ്ബൻഡ് നാട്ടിൽ വന്ന സമയത്ത് ഹസ്ബൻഡ് പോയി ചോദിച്ചു, എനിക്കില്ലാത്ത വിഷയം നിങ്ങൾക്ക് എന്തിനാന്ന് ചോദിച്ചു. ഹസ്ബൻഡ് സപ്പോർട്ടാണോ ഇതിന്? നല്ല സപ്പോർട്ടാണ്. പുള്ളിക്കാരൻ ഇപ്പൊ എവിടെയാ? പുള്ളിക്കാരന് ദുബായിലാണ്. പുള്ളിക്കാരൻ എന്ന് വെച്ചാൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. അപ്പൊ അദ്ദേഹത്തിന് കുട്ടിക്കാലം തൊട്ടാലും അദ്ദേഹത്തിന്റെ വീട്ടുകാർക്കും ജാതിയും മതവും നോക്കി ജീവിക്കുന്ന ഒരാളല്ല. അവിടെ വീടിന്റെ തൊട്ടടുത്ത അമ്പലമാണ്. ഇവിടെ ഉത്സവത്തിന് എൻ്റെ ഭർത്താവും എൻ്റെ ഭർത്താവിന്റെ വീട്ടുകാരും മുമ്പിലുണ്ടാവുക. അപ്പൊ അവർക്ക് മതം അങ്ങനത്തെ ചിന്താഗതി എല്ലാം ഒരുപോലെയാണ്. ഇപ്പം ഇത്രയും നേരം അമ്മയും അച്ഛനെയും സന്തോഷിപ്പിക്കണം, അവരുടെ ആണെങ്കിൽ 2 മക്കളുണ്ട്. അപ്പൊ ഈ അവരെ ഫ്യൂച്ചർ തിങ്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഇങ്ങനെ എനിക്ക് നെഗറ്റീവ് കമന്റ്സ് വരുന്നു, എന്റെ കുട്ടികൾക്ക് ആരെങ്കിലും എന്തെങ്കിലും പറയൂ, അവർ പുറത്തു പോകുമ്പോ ഇപ്പൊ പറഞ്ഞ മദ്രസയിൽ ഇതുപോലെ ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് ഞാൻ. അപ്പോ അവർക്ക് എന്തെങ്കിലും വിഷമം തോന്നി വീട്ടിൽ ഇരുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, മോന് ആകെ പതറിപ്പോവല് ഞാൻ എന്തെങ്കിലും കടുങ്കൈ ചെയ്യുന്ന സമയത്താണ്. മോനിപ്പോ എത്ര വയസ്സുണ്ട്? മോന് 15 വയസ്സുണ്ട്. അപ്പൊ മോൻ ചോദിക്കും, എന്തിനാ ഉമ്മ നിങ്ങൾ എന്തിനാ മറ്റുള്ളവരെ നോക്കുന്നത്? എന്നെക്കാട്ടിലും വിവരം എൻ്റെ മക്കൾക്കുണ്ട്. പക്ഷെ ജസ്ന സലീമിന്റെ മക്കളാണെന്ന് പറഞ്ഞ് പുറം ലോകം അവരറിയുന്നില്ല. ഞാൻ അവരോട് പറയാറുണ്ട്, മോനെ നീ മോനൊറ്റയ്ക്ക് യാത്രയൊക്കെ ചെയ്യുന്ന ഒരാളാണ്, മോനെ നീ എവിടെങ്കിലും ബുദ്ധിമുട്ടായി ലാസ്റ്റ് ഘട്ടത്തിൽ മാത്രമേ ഉമ്മാന്റെ പേര് പറയാവുള്ളൂ എന്ന് പറയും. അത്രമേൽ എനിക്ക് പേടിയാണ്. കാരണം നമ്മുടെ സമൂഹം എന്താ പറയാ, അത്രമേൽ ഈ അമ്പിനെക്കാട്ടിലും കുത്തിയാൽ വേദനയുള്ള സമൂഹമാണ്, അത്രമേൽ സ്ട്രോങ് ആണ്. അപ്പൊ ഈ പിള്ളേരെ ഉപദ്രവിച്ച് അവർക്കത് മദ്രസയുടെ ഒരു വിഷയം വന്നതോട് കുട്ടിക്കാലത്ത് ഇവരുടെ ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യായിരുന്നു. ഇപ്പൊ ജസ്ന സലീം എന്ന് പറയുന്ന കുട്ടികളുടെ ഫോട്ടോ പുറത്ത് കാണലേ ഇല്ല. അവരെ സ്കൂളിലൊക്കെ അറിയാം ഞാനാണ് അവരുടെ ഉമ്മ എന്നുള്ളത്. പാരന്റ്സ് മീറ്റിങ്ങിന് പോലും ഞാൻ പോകില്ല. ഞാൻ ടീച്ചേഴ്സിനോട് പറയാറുണ്ട്, ടീച്ചറെ ഞാൻ വരൂല, കാരണം എൻ്റെ കുട്ടിയാണെന്ന് മറ്റുള്ളവർ തിരിച്ചറിയാൻ പാടില്ല. കാരണം അതെൻ്റെ കുഞ്ഞുങ്ങളെ ലൈഫിനെ ബാധിക്കും. അത്രമേൽ ഞാൻ സേഫ് ആക്കിയിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പൊ ഇപ്പൊ പറഞ്ഞല്ലോ എനിക്ക് സ്കൂളിൽ പോവാൻ പേടിയാണ്, പിള്ളേർക്ക് എന്തെങ്കിലും ഇതുപോലെ ഒരു, അപ്പം അങ്ങനെ തോന്നാൻ അത്രയ്ക്ക് തെറ്റ് ചെയ്തതിനുള്ളിൽ തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? നമ്മൾ ഞാൻ തെറ്റ് ചെയ്തിട്ടാണോ? ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, കള്ളിയങ്കാട്ട് നീല് കഴിഞ്ഞാല് എയറിൽ നിൽക്കുന്ന ഒരേ ഒരു മനുഷ്യൻ ജസ്ന സലീമാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. അപ്പം ഞാൻ തെറ്റ് ചെയ്തിട്ടാണ് ഇത്രയും ഇതായത്. നമ്മളിലുള്ള ശരിയല്ല മറ്റുള്ളവർ കാണുക, അവരിലുള്ള തെറ്റിനെയാണ്. ആ തെറ്റിനെ നമുക്ക് തിരുത്തി കൊടുക്കാൻ ഒരിക്കലും പറ്റൂല. വേറെ എന്തും പറ്റും. നമുക്കൊരു എന്താ പറയുക, ഏതൊരു സംഭവത്തെയും കീഴടക്കാം, പക്ഷെ മറ്റൊരാളെ പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറയുന്നത് നമുക്ക് പറ്റൂല. അതുകൊണ്ടാണ്, അല്ലാതെ ഞാൻ തെറ്റ് ചെയ്യുന്നതിന് ഉള്ളൊരു ബോധം ഉണ്ടായിട്ടല്ല. നമ്മൾ എത്ര ശരി ചെയ്തോ, ഇപ്പം ഞാൻ ഈ മാതാപിതാക്കൾക്ക് വീട് വെച്ചു കൊടുത്തു, ഇതിൽ എത്ര ആൾ കുറ്റം പറയുന്ന പോലെ ഉണ്ടെന്നറിയോ? എത്ര ആൾക്കാർ കുറ്റം പറയുന്നത്. പക്ഷെ ഈ കുറ്റം പറയുന്ന ആൾക്കാർ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഉമ്മയുടെ കാലിനടിയിൽ ആ സ്വർഗം. എനിക്ക് സ്വർഗം കിട്ടൂല എന്ന് പറയുന്ന ആൾക്കാർ, അതേ ആൾക്കാർ തന്നെ വിശ്വസിക്കുന്ന ഒരു സംഭവമാണ് അമ്മമാരുടെ കാലിനടിയിൽ ആ സ്വർഗം എന്ന് പറയുന്നത്. അപ്പൊ എനിക്കല്ലാതെ വേറെ ആർക്കാ സ്വർഗം കിട്ടുക?
അപ്പൊ എന്തിനേയും നമുക്ക് രണ്ട് രീതിയിൽ, അമ്മേനെ തല്ലിയ രണ്ടഭിപ്രായം എന്ന് പറയല്ലേ, അപ്പൊ എന്തിനേയും നമുക്ക് രണ്ട് രീതിയിൽ ചിന്തിക്കാം. അപ്പൊ ഈ തട്ട ഇടുന്നതിനെ പറ്റി ഇപ്പൊ പറഞ്ഞു, പക്ഷെ ഞാനൊരു വീഡിയോ ഉണ്ട് ഗുരുവായൂര് ഇതുപോലെ തട്ട വിട്ടുകൊണ്ട് പോയത്. സാധാരണ ഒരാൾ അമ്പലത്തിൽ പോകുമ്പോൾ, ഞാനും അമ്പലത്തിൽ പോകുന്ന ഒരു പേഴ്സൺ ആണ്. അപ്പൊ അമ്പലത്തിൽ പോകുമ്പോൾ നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ പോയി, ഇപ്പൊ ചേച്ചിക്ക് അമ്പലത്തിൽ പോകാൻ ഇഷ്ടമാണ്, പക്ഷെ അത് തട്ടം വീക്ഷിച്ചിട്ട് അല്ലാതെ അമ്പലത്തിൽ പൊക്കൂടെ എന്ന് ചോദിക്കുന്ന ആൾക്കാർ. അല്ല, ഞാൻ എൻ്റെ വാപ്പ എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളൊന്നുമല്ല. ഞാൻ പറഞ്ഞല്ലോ പാവാണ്. എൻ്റെ വാപ്പൻ്റെതല്ല, ഒരു ഡ്രൈവറുടെ പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. ഒരു ബസ് ഡ്രൈവർ എന്ന് പറയുന്നത്, ബസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും ബസ് കയറിയതായിരിക്കും, നിങ്ങൾ കാണുന്നത് ഒരു യേശുവിൻ്റെ ഫോട്ടോ, ഒരു കഅബയുടെ ഫോട്ടോ, ഒരു എന്തെങ്കിലും ദൈവത്തിൻ്റെ ഫോട്ടോ. ഈ 3 ഫോട്ടോയും വെച്ചിട്ട് മതമില്ലാതെ പോകുന്ന ആൾക്കാരാണ് ഈ ഡ്രൈവർമാർ, അല്ലെ ബസ് ഡ്രൈവർമാർ. എൻ്റെ വാപ്പ അങ്ങനെ ജീവിച്ച ഒരാളാണ്. അപ്പം എൻ്റെ വാപ്പക്ക് കുട്ടിക്കാലം തൊട്ടേ ഞങ്ങൾ തട്ടം സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളല്ല, പക്ഷെ എൻ്റെ ഉമ്മ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പം ഞങ്ങൾക്ക് പുറത്തിറങ്ങുന്ന സമയത്ത് തട്ടം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു സമയം. എൻ്റെ വീട്ടിൽ കൂടി തട്ടടാത്ത ഒരാൾ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ, അങ്ങനെയും ആണ്. അപ്പം ഞാൻ പുറത്തിറങ്ങുന്ന സമയത്ത് സ്ഥിരമായിട്ട് തട്ടം യൂസ് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ ഇവർ ഈ അമ്പലത്തിൽ പോകുമ്പം നമ്മൾ ആ ഒരു റീൽ എടുക്കുന്നത് മാത്രമേ ഇവർ നോട്ട് ചെയ്യുന്നുള്ളതായിരുന്നു. അല്ല, ഇപ്പൊ ആൾക്കാർ നോക്കുന്ന വെച്ചാൽ ഒരു അമ്പലത്തിൽ പോവാണ്, അപ്പൊ ആ അമ്പലത്തിന്റെ ആ ഒരു രീതിയിൽ, അതും ഗുരുവായൂരാണ്. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മളിപ്പോൾ ഒരാളെ ഇഷ്ടപ്പെടുമ്പം അവര് നമുക്ക് വേണ്ടിയിട്ട് മാറണം എന്ന് പറയുന്നതോ, അല്ലെ നമ്മുടെ ഇഷ്ടപ്രകാരം അവർ ഇപ്പം ഗുരുവായൂരാണെങ്കിലും ചേച്ചി ഇപ്പൊ തട്ട ഉപേക്ഷിച്ചു, അന്ന് ആ ഒരു ടൈമിൽ അമ്പലത്തിൽ കയറുമ്പോൾ ജസ്റ്റ് ആ ഷോൾ ഒന്ന് ഇവിടെ ഇട്ടിട്ട് അത് അതും വീഡിയോ എടുത്ത് ഇട്ടപ്പോ ആൾക്കാർ ഞാൻ പൊതുവെ പുറത്തിറങ്ങുന്ന സമയത്ത് ഷാൾ ഉപയോഗിക്കാറുണ്ടായിരുന്നു. അപ്പൊ ഇവരൊക്കെ വിചാരം ഈ അമ്പല പരിസരത്ത് പോകുമ്പോൾ തട്ടമിട്ട് റീലെടുത്താൽ എനിക്ക് എന്തോ പബ്ലിസിറ്റി കിട്ടുമെന്ന്. ഈ അമ്പല പരിസരം എന്ന് പറയുന്നത് 10,000 കൂടുന്ന ഒരു സ്ഥലം മാത്രമാണ്. ഞാൻ സോഷ്യൽ മീഡിയയിൽ ഞാൻ തന്നെയാണ് തട്ടമില്ലാതെ ഒരുപാട് റീലും വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്ന ഒരു സ്ഥലമാണത്, ഒരു പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അവിടെ എനിക്കൊരു ഫോട്ടോ പോസ്റ്റ് അല്ലെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്യാതെ ഇതെനിക്കൊരു ഇഷ്യൂ അല്ല എന്നുള്ളതാണ്. അന്ന് ഞാൻ അങ്ങനെയായിരുന്നു നടന്നത്. അപ്പം എനിക്ക് എൻ്റേതായിട്ടുള്ള, ഞാൻ പറഞ്ഞല്ലോ പുറത്തിറങ്ങുമ്പം പൊതുവെ ഷാൾ ഉപയോഗിക്കുന്ന ഒരാളായിരുന്നു. അതെന്തോ ഒരു കംഫർട്ടായിരുന്നു എനിക്ക്. ഇപ്പം മാറ്റിയതാണ് എന്നെ. ഈ സൊസൈറ്റി ആണോ മാറ്റി? കമന്റ്സും കാര്യങ്ങളും സൈബർ ബുള്ളിങ് ഒത്തിരി വന്നിട്ടുണ്ട്. അപ്പൊ ഈ സൈബർ ബുള്ളിങ് കാരണമാണോ നമുക്ക് ഈ ഒരു ഇത് വേണ്ട, ഞാൻ ഈ മുസ്ലിം എന്നുള്ള സംഭവത്തിന്റെ പേര് മാറ്റുക, എനിക്ക് തട്ടം വേണ്ട, അങ്ങനെ തോന്നിയത് സൊസൈറ്റിയുടെ ഒരു ഇതാണോ, സ്വന്തമായിട്ട് വേണ്ട എനിക്ക് ഇനി ഇങ്ങനെ നടന്നാൽ മതി തോന്നുന്നു? അല്ല, നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഇൻഫർമേഷൻ എന്താ വെച്ചാല്, നമ്മൾ മനുഷ്യനായിട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ എല്ലായിടത്തും മതത്തിന്റെ പേര് തല്ലുകൂടുന്നതാണ്. നമുക്ക് നാളെ ഒരു സ്വർഗം എന്ന് പറഞ്ഞ് നിൽക്കുന്നതിനെക്കാട്ടിൽ ഇന്ന് ഈ ലൈഫിനെ നമ്മൾ എൻജോയ് ചെയ്യുന്നതാണ് നമുക്ക് വേണ്ടത്. അപ്പം എനിക്ക് ഈ മതത്തിന്റെ പേരിൽ എനിക്ക് സ്വർഗം കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ എൻ്റെ മാതാപിതാക്കളെ നോക്കുന്നുണ്ട്, എനിക്കത് മതി. എനിക്ക് അവരെവിടെയാണോ അവിടെയാണ് സ്വർഗം, അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. അതിനേക്കാട്ടിൽ അപ്പുറം എനിക്ക് അപ്പുറം മരിച്ചതിന് ശേഷം ഒരു സ്വർഗം വേണ്ട, എനിക്ക് ഇവര് നിൽക്കുന്നിടത്ത് അത് മതി, അതാണ് എൻ്റെ സ്വർഗം. അത് അന്ന് പണ്ടൊരു ചിത്രം വരച്ച് അത് ഭയങ്കര സോഷ്യൽ മീഡിയ ഒരു കോൺട്രവേഴ്സി ആയി. അതിലൂടെയാണ് ഇത്രയും ആൾക്കാർ അറിഞ്ഞതും കുറെ ആൾക്കാർ മേടിച്ചതും. അതിനെ പറ്റി ഇപ്പൊ എന്താ പറയാനുള്ളത്? നമ്മൾ എന്തൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിലും ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പ് അതിൽ ഉണ്ടായാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ വിശ്വസിക്കുന്നത് ആ ഒരു ഫോട്ടോക്ക് ഒരു ചൈതന്യം ഉണ്ട് എന്നുള്ളതാ. ആ ചൈതന്യമാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത്. ഇപ്പം ഇവിടെ കൃഷ്ണന്റെ ഫോട്ടോയൊക്കെ വെച്ച് പ്രാർത്ഥിക്കാറുണ്ടോ? അപ്പൊ അങ്ങനെ ഞാൻ എന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ മാതാപിതാക്കൾക്ക് ഞാനും കണ്ണനും കൂടി കൊടുത്തൊരു ഗിഫ്റ്റാണ്. ഞാൻ എൻ്റെ ഉമ്മാക്കും വാപ്പാക്കും ഒരു ഗിഫ്റ്റ് ചെയ്തു, കൂടെ സപ്പോർട്ടായിട്ട് കണ്ണൻ നിന്നു. അപ്പൊ അവരുടെ എൻ്റെ വീടിന് പാലുകാച്ചിൻ്റെ മുമ്പ് ഞങ്ങളുടെ മതപരമായിട്ടുള്ള എല്ലാ ചടങ്ങും ചെയ്തിട്ടാണ്. ഞാൻ പറയാറുണ്ട്, കണ്ണന് തന്ന വീടായതുകൊണ്ട് ഞങ്ങൾ ഹോമം കഴിച്ചിട്ടൊന്നും അല്ല ഞങ്ങൾ വീട്ടിൽ കയറിയത്. ഞങ്ങളുടെ മതം എന്ന് വെച്ചാൽ എൻ്റെ മാതാപിതാക്കളുടെ മതപ്രകാരം, അവരുടെ ഇഷ്ടപ്രകാരം. മാതാപിതാക്കളുടെ മതം. അപ്പം ചേച്ചിക്ക് മതം എന്ന് പറയുന്നത്, എനിക്ക് മതമുണ്ട്, പക്ഷെ എനിക്ക് മതമുണ്ട് എന്ന് പറയുന്നതിനനുസരിച്ച് മതമില്ല എന്ന് പ്രഖ്യാപിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. പക്ഷെ എനിക്ക് മനുഷ്യനായിട്ട് ജീവിക്കാനാണ് ആഗ്രഹം. ഞാനത് എൻ്റെ ഹൗസ് വാമിങ്ങിന് ഒരു പ്രഖ്യാപനം നടത്തി. തട്ടം ഞാൻ ഉപേക്ഷിച്ചു. ഞാൻ ഇനി മതത്തിന്റെ പേരിലല്ല, എനിക്ക് മനുഷ്യനായിട്ട് ജീവിക്കാനാണ് ഇഷ്ടം. അത് പലരും എടുത്തിട്ടിട്ട് ഞാൻ മതം ഉപേക്ഷിച്ചു എന്നാക്കി. എൻ്റെ മനസാക്ഷിക്കും എൻ്റെ മാതാപിതാക്കൾക്കും എൻ്റെ ഭർത്താവിനും അറിയാം ഞാൻ എന്താണെന്നുള്ളത്.
സമൂഹത്തിനെ ഞാൻ അറിയിച്ചിട്ട് എന്ത് കിട്ടാനാ? ഞാൻ ഒരു കമന്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഇടയ്ക്ക് ഒരു ഇന്റർവ്യൂട്, തട്ട ഉപേക്ഷിച്ചെന്ന് പറഞ്ഞപ്പോൾ അത് റീച്ചിന് വേണ്ടിയാണ്, ഇനിയും റീച്ച് കിട്ടണം, നമുക്ക് ഒത്തിരി ബിസിനസ് വരും, അതിന് വേണ്ടിയിട്ടാണ് തട്ട ഉപേക്ഷിച്ചത്, ഇത്രയും നാളെന്താ തട്ട ഉപേക്ഷിക്കാതെ എന്നൊക്കെ ചോദിക്കുന്ന ഒരു കമന്റ്സ് കണ്ടായിരുന്നു. അപ്പൊ അതിനെപ്പറ്റി എന്താണ്, റീച്ചിന് വേണ്ടിയിട്ടാണ്, സ്വന്തം ഇഷ്ടപ്രകാരം തട്ടം വേണ്ടാന്ന് വിചാരിച്ചിട്ടാണോ? റീച്ചിനാണെങ്കിൽ ഞാനൊന്ന് തുമ്മിയ റീച്ചാണ്. അറിയാലോ എന്നിൽ എന്തുണ്ട്, നല്ലതിനെക്കാട്ടിലും നെഗറ്റീവാണ് പബ്ലിസിറ്റി ഉണ്ടാക്കുക. അപ്പം എനിക്ക് അങ്ങനെ പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ എന്തൊക്കെ കാര്യം പറയാം. എന്നെ പലയിടത്തും അല്ലെ എൻ്റെ മക്കളെയും എന്നെയും ഉപദ്രവിക്കാൻ കാരണമായത് ഈ തട്ടമായിരുന്നു. പലർക്കും ഞാൻ മുസ്ലിം കുട്ടി എന്ന് പറയുമ്പോൾ ഈ നമ്മളെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഒന്നെങ്കിൽ പൊട്ട് അല്ലെ തട്ടമൊക്കെയാണ്. അത് വെച്ചിട്ട് എന്നെ ഒരുപാട് പലയിടത്തുനിന്നും ജഡ്ജ് ചെയ്തിട്ട് എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അപ്പം ഈ എത്ര ആർട്ടിസ്റ്റ് ഉണ്ട്, അവർക്കാർക്കും കിട്ടാത്തൊരു ഭാഗ്യം കിട്ടിയ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ നേരിട്ട് കാണാനും അതേപോലെ അദ്ദേഹം ട്വിറ്ററിൽ എന്നെക്കുറിച്ച് കുറിച്ചിട്ടുണ്ട്. അതൊരു റീച്ച് അല്ലേ? അതിനെക്കാട്ടും വലിയ റീച്ച് ഈ തട്ടം ഉപേക്ഷിച്ച എന്ന് പറയുമ്പോൾ കിട്ടുമോ? നമ്മൾ ചാവുക എന്ന് കേട്ടാലും പോലൊരു കേസ് എടുക്കാൻ തയ്യാറാവില്ല. അത്രമേൽ സൂപ്പർ പോലീസ് സ്റ്റേഷനാണ് കൊയിലാണ്ടി സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് ചെയ്യുന്നതിൻ്റെ 2 പ്രാവശ്യം മുമ്പ് ഞാൻ പോയി പരാതി കൊടുത്തു. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.